ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല നാടൻ പലഹാരമായ ഉള്ളിവടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. അതിനാദ്യം സവാള എടുക്കണം. സവാള ഇവിടെ ഞാൻ 3 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, അതുപോലെ 3 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂണോളം വേണ്ടി വരും കേട്ടോ. അത് നോക്കിയിട്ട് ചേർത്താൽ മതി, ഉപ്പ് ഏറിപ്പോവണ്ട. എന്നിട്ട് കൈ വെച്ച് നന്നായി തിരുമ്പുക. അതിന് വെള്ളമൊക്കെ പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് നന്നായി തിരുമ്പി കൊടുക്കുക. അതിന് ശേഷം 4 ടേബിൾ സ്പൂൺ കടലമാവും മൈദ 4 ടേബിൾ സ്പൂൺ തന്നെ മൈദയും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഉള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം മാത്രം മതി കേട്ടോ. അതിന് ശേഷം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ചൂടായ എണ്ണയിലേക്ക് വേണം കേട്ടോ അത് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ. അതിന് ശേഷം ഒരു ഭാഗം നന്നായി കളർ ചേഞ്ച് ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 ഭാഗം തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇതുപോലെ എല്ലാതും അങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. നമുക്ക് എത്ര വലുപ്പത്തിൽ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിന് ഉണ്ടാക്കുക കേട്ടോ. അതിന് ശേഷം ഇതെല്ലാതും അങ്ങനെ തന്നെ ചുട്ടെടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല ചൂടുള്ള എണ്ണയ്ക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഇട്ട പാടത്തിന് ഇളക്കി കൊടുക്കരുത്. ഒരു ഭാഗം ഒന്ന് സെറ്റായി കളർ ചേഞ്ച് ആകുമ്പോൾ വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ നാടൻ പലഹാരം ചായക്കടയിൽ നിന്നൊക്കെ പണ്ടൊക്കെ നാട്ടിൻ പുറത്തുള്ള ചായക്കടയിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന അതേ രുചിയിലും ടേസ്റ്റിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. നല്ല മുരുമുരേനെ നിൽക്കണം, നല്ല അടിപൊളി ആണ്. എല്ലാവരും ഒന്ന് വൈകുന്നേരം ചായൻ്റെ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.